ഹായ് മക്കളെ, വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ചാപ്റ്റർ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഒട്ടും തന്നെ സമയം കളയാനില്ല. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. നോക്കാം. Some observations related to experiments on cathode rays are given. Write the inference based on each observation. എന്താ മക്കളെ പറഞ്ഞിരിക്കണം നോക്കിയേ. നമുക്ക് കാഥോഡ് റേന്റെ എക്സ്പെരിമെന്റ് അല്ലെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതാരായിരുന്നു? നമ്മുടെ വില്യം ക്രൂക്സ് കാഥോഡ് റേസിനെയൊക്കെ കണ്ടുപിടിച്ചു അല്ലെ. അതിനുശേഷം വില്യം ക്രൂക്സ് കുറച്ച് ഒബ്സർവേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അതിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫറൻസ് അല്ലെ, ആ ഓരോ ഒബ്സർവേഷനിൽ നിന്നും അദ്ദേഹത്തിന് എന്തൊക്കെ ഇൻഫറൻസ് ആണ് എടുക്കാൻ പറ്റിയേ. അപ്പൊ നമുക്ക് ഓരോ ഒബ്സർവേഷൻ ആയിട്ട് നോക്കാം. ആ ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ഇൻഫറൻസ് ആണ് നമ്മൾക്ക് ഇവിടെ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴും ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മനസ്സിലൊന്ന് ആലോചിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നോക്കാടാ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. A paddle wheel placed on the path of the cathode rays, it rotates. എന്താ പറഞ്ഞിരിക്കണേ? നമ്മുടെ കാഥോഡ് റേ പോകുന്ന വഴിക്ക്, ഓക്കെ ആണല്ലോ, നമ്മുടെ കാഥോഡ് റേ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു സ്മോൾ പഡിൽ വീൽ പ്ലേസ് ചെയ്യാണ്. ആ ഒരു കാഥോഡ് റേ പോകുന്ന വഴിയിൽ കൊണ്ടുവന്ന് എന്ത് വെക്കാണ്? ഒരു സ്മോൾ പഡിൽ വീൽ കൊണ്ടുവന്ന് വെക്കാണ്. ആ പഡിൽ വീൽ എന്ത് ചെയ്യാൻ തുടങ്ങി മക്കളെ? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ തുടങ്ങി? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിൽ നിന്നും എന്ത് മനസ്സിലായി എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയടാ, ഇതാണ് നമ്മുടെ കാഥോഡ് റേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊണ്ട് നമ്മൾ എന്ത് വെക്കാണ്? ആ ഒരു സ്മോൾ പഡിൽ വീൽ കൊണ്ടുവന്ന് വെച്ചു. ഒരു സ്മോൾ പഡിൽ വീൽ കൊണ്ടുവന്ന് വെച്ചു. ഈ പഡിൽ വീൽ എന്ത് ചെയ്യാൻ തുടങ്ങിയടാ? ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്ത് ചെയ്യാൻ തുടങ്ങി? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു വസ്തു വെറുതെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യോ? എന്തെങ്കിലും വന്ന് തട്ടിക്കഴിഞ്ഞാൽ മാത്രമല്ലേ അയാൾ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി, ഈ വരുന്ന കാഥോഡ് റേസിന് ഒരു ഭാരവുമില്ല, അല്ലെങ്കിൽ ഒരു മാസും ഇല്ലെങ്കിൽ ഈ പഡിൽ വീൽ എന്ത് ചെയ്യോ? റൊട്ടേറ്റ് ചെയ്യോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി, ഈ വരുന്ന കാഥോഡ് റേസിന് എന്തുണ്ട് മക്കളെ? ചെറിയൊരു മാസ് ഉണ്ട് അല്ലെ. ഈ കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അങ്ങനെ മാസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്മോൾ പഡിൽ വീലുമ വന്ന് തട്ടി ഈ പഡിൽ വീൽ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഒന്നാമത്തെ ഒബ്സർവേഷൻ ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് ഈ സ്മോൾ പഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയത്? The particles of cathode rays possess mass. എന്തുണ്ട് മക്കളെ? പാർട്ടിക്കിൾസ് കാഥോഡ് റേസിന് എന്തുണ്ടെന്ന് നമുക്ക് പറയാം? മാസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നോക്കാം, കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ഒന്നാമത്തത് ക്ലിയർ ആണ്. ആൻഡ് രണ്ടാമത്തേലേക്ക് വരാം. അടുത്ത് നമുക്ക് വായിച്ചു നോക്കാവേ. നോക്കിക്കോ. A shadow is formed if an object is placed in the path of cathode rays. കാഥോഡ് റേസ് പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോ അവിടെ എന്ത് ഫോം ചെയ്തടാ മക്കളെ? ഷാഡോ ഫോം ചെയ്തു. അതിന്റെ എന്ത് ഫോം ചെയ്തു? ഷാഡോ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഷാഡോ ഫോം ചെയ്യണമെങ്കിൽ ഈ വരുന്ന കാഥോഡ് റേസ് എങ്ങനെ വരണോടാ? എങ്ങനെ വരണം? അത് എങ്ങനെയായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക? അത് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക. എങ്ങനെയായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക? സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിച്ചത് കൊണ്ടാണ് അവിടെ ആ ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തപ്പോ അതിന്റെ ഷാഡോ നമുക്ക് അപ്പുറം കാണാനായിട്ട് പറ്റിയത്. സോ രണ്ടാമത്തെ അയാൾക്ക് കിട്ടിയ ഇൻഫറൻസ് എന്താണെന്ന് നോക്കാം. കാഥോഡ് റേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. കാഥോഡ് റേ എങ്ങനെ ട്രാവൽ ചെയ്യണേ? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രാവൽ ചെയ്യണേ. കണ്ടോ, ഇവിടെ ഷാഡോ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം കാഥോഡ് റേസ് എങ്ങനെയാ ട്രാവൽ ചെയ്യണേ? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നേ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തേലേക്ക് പോവാം. നോക്കാം. When an electric field is applied perpendicular to the path of the cathode rays, the rays deflect towards the positive plate. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാട്ടെ. എന്താ പറഞ്ഞിരിക്കുന്നേ? നമ്മൾ കാഥോഡ് റേസ് പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ എത്ര ഇലക്ട്രിക് ഫീൽഡിന് വെച്ചടാ? രണ്ട് ഇലക്ട്രിക് ഫീൽഡിനെ കൊടുത്തു. ഒന്ന് നെഗറ്റീവ് ഉണ്ട്, അതുപോലെ ഒന്ന് പോസിറ്റീവ് ഉണ്ട്.
ഓക്കെ ആണല്ലോ. നമുക്ക് കുഞ്ഞിലേ മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലെ, ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നെഗറ്റീവും പോസിറ്റീവും എന്ത് ചെയ്യോടാ, നെഗറ്റീവും പോസിറ്റീവും എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യോ അല്ലെങ്കിൽ റിപ്പൽ ചെയ്യോ. നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിൽ അതെന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഇനി പോസിറ്റീവ് ആയിരുന്നെങ്കിൽ അത് എന്ത് ചെയ്താനേ, റിപ്പൽ ചെയ്താനേ അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അൺലൈക്ക് ചാർജ് എന്ത് ചെയ്യോടാ, അട്രാക്ട് ചെയ്യും. അതുപോലെ ലൈക്ക് ചാർജസ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ കാഥോഡ് റേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. കാഥോഡ് റേസ് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ 2 ഇലക്ട്രിക് ഫീൽഡിനെ കൊണ്ടുവന്ന് വെക്കാണ്. പോസിറ്റീവും അതുപോലെ നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാണ്. നമ്മുടെ കാഥോഡ് റേസ് പോയിട്ട് ആരെയാ മക്കൾ അട്രാക്ട് ചെയ്തേ, നമ്മുടെ കാഥോഡ് റേ പോയിട്ട് ആര് അട്രാക്ട് ചെയ്തു, പോസിറ്റീവിനെ പോയിട്ട് അട്രാക്ട് ചെയ്തു. കാഥോഡ് റേ ആരെ പോയിട്ട് അട്രാക്ട് ചെയ്തു, പോസിറ്റീവിനെ പോയിട്ട് അട്രാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ക്ലിയർ ആണ് നമുക്ക് അല്ലെ, കാഥോഡ് റേ പോയിട്ട് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കാഥോഡ് റേസിന് എന്ത് ചാർജ് ആയിരിക്കും, അതാണ് എന്റെ ക്വസ്റ്റ്യൻ. നമ്മുടെ കാഥോഡ് റേ പോയിട്ട് പോസിറ്റീവും അട്രാക്ട് ചെയ്യണമെങ്കിൽ കാഥോഡ് റേസിന് എന്ത് ചാർജ് ആയിരിക്കും, എന്ത് ചാർജ് ആയിരിക്കും കാഥോഡ് റേസിന് വരാ, നെഗറ്റീവ് ചാർജ് ആയിരിക്കും അല്ലെ. കാഥോഡ് റേസിന് എന്തായിരിക്കും, നെഗറ്റീവ് ആണ്. കാരണം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, നെഗറ്റീവും പോസിറ്റീവും എന്ത് ചെയ്യോടാ, അട്രാക്ട് ചെയ്യും. സോ മൂന്നാമത്തെ അയാൾക്ക് കിട്ടിയ ഇൻഫറൻസ് ഇതാണ്, ദ പാർട്ടിക്കിൾസ് പോസസ് നെഗറ്റീവ് ചാർജ്. എന്ത് ചാർജ് ആണ് ഉണ്ടാവുക, നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ, എന്റെ മക്കൾക്ക് മനസ്സിലായില്ലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഒബ്സർവേഷൻ തന്നു, അതിൽ നിന്നും എന്ത് എഴുതാൻ പറഞ്ഞിടാ, ഇൻഫറൻസ് എഴുതാൻ പറഞ്ഞു. കിട്ടൂലേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. യെസ്, നമ്മളിത് ഒരുപാട് വട്ടം ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എന്റെ കുഞ്ഞുമൾക്ക് കിട്ടുന്നൊക്കെ എനിക്ക് അറിയാം, എന്നാലും ടീച്ചർ ഒന്നുകൂടി പറയാണ്. അപ്പൊ ഇത് ഓരോന്ന് നമ്മളിവിടെ ചെയ്യുമ്പോ മക്കൾ എന്ത് ചെയ്യാ, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ആ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഓക്കെ, നോക്കാം. The atomic number of an atom is 16 and mass number is 32. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 16 ആണ്. അതുപോലെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 32 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാണ്. How many electrons, protons and neutrons are present in this atom? ഈ ആറ്റത്തില് എത്ര ഇലക്ട്രോൺ ഉണ്ട്, എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, അറ്റോമിക് നമ്പർ. നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ എഴുതാം. ടീച്ചർ ഇവിടെ തന്നെ എഴുതാൻ പോവാണ്. ഓക്കെ അല്ലേ. അപ്പൊ നോക്കാം, അറ്റോമിക് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അറ്റോമിക് നമ്പർ നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 16 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ മാസ് നമ്പർ നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്, മാസ് നമ്പർ ഇസ് ഈക്വൽ ടു 32 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അറ്റോമിക് നമ്പർ ഉണ്ട്, അതുപോലെ മാസ് നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവൂടാ, സിമ്പിൾ അല്ലേ. എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും, അറ്റോമിക് നമ്പർ 16 ആണ് അല്ലെ. ഇലക്ട്രോണിന്റെ എണ്ണവും എത്ര തന്നെയായിരിക്കും, 16. ഇലക്ട്രോണിന്റെ എണ്ണം എത്ര തന്നെയായിരിക്കും, 16. അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറമുള്ള ആളെ നോക്കാം, പ്രോട്ടോണിന്റെ എണ്ണം എത്ര ആയിരിക്കും, പ്രോട്ടോണിന്റെ എണ്ണവും എത്ര തന്നെയായിരിക്കും, 16. ഓക്കെ ആണോ. ഇലക്ട്രോണിന്റെ എണ്ണവും 16 ആണ്, പ്രോട്ടോണിന്റെ എണ്ണവും 16 ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ. അതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അറ്റോമിക് നമ്പർ 16 തന്നാ കണ്ണും പൂട്ടി പ്രോട്ടോണിന് ഇലക്ട്രോണിന്റെ നമ്പർ എടുത്തെഴുതാം. 16 തന്നെ, ഇതും 16 തന്നെ. ക്ലിയർ ആണല്ലോ. ഇനി ഒരാളാണ് ആര്, ന്യൂട്രോൺ അല്ലെ. നമ്മുടെ ന്യൂട്രോൺ. അപ്പൊ നമ്മുടെ ന്യൂട്രോൺ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ഇക്വേഷൻ, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ആ ഇക്വേഷൻ? മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കണോടാ, അറ്റോമിക് നമ്പർ കുറയ്ക്കുക. എന്ത് കുറയ്ക്കുക, അറ്റോമിക് നമ്പർ കുറയ്ക്കുക. അപ്പൊ നമുക്ക് എഴുതാം, നോക്കിക്കോളൂടെ. അപ്പൊ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ ഇവിടെ ഉണ്ട് കേട്ടോ. മാസ് നമ്പർ എത്രയാണ് മക്കളെ, 32 ആണ് അല്ലെ. അറ്റോമിക് നമ്പർ എത്രയാണ്, 16 ആണ്. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, മാസ് നമ്പർ ആയ 32ൽ നിന്ന് അറ്റോമിക് നമ്പർ ആയിട്ടുള്ള എത്ര കുറച്ചാൽ മതി, 16 കുറച്ചാൽ മതി. ആൻസർ എത്ര കിട്ടോടാ, 16 തന്നെ ആൻസർ കിട്ടും. ആൻസർ എത്ര കിട്ടും, 16. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം എത്ര തന്നെയാണ്, 16 എന്ന് കിട്ടി. ക്ലിയർ?
ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. നോക്കാം. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രോണിനെയാണ് എന്ത് ചെയ്യേണ്ടത്? കോൺഫിഗറേറ്റ് ചെയ്യേണ്ടത്. എല്ലാവരും എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുക? ന്യൂട്രോണിനെ പോയിട്ട് കോൺഫിഗറേറ്റ് ചെയ്യും അല്ലെ? ന്യൂട്രോണിന്റെ എണ്ണം എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? കോൺഫിഗറേറ്റ് ചെയ്ത് എഴുതും. അങ്ങനെ ചെയ്യരുത്. ആ ഒരു വേർഡിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള സംഭവം ഉണ്ട്. എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ കോൺഫിഗറേറ്റ് ചെയ്യണം? ഇലക്ട്രോണിനെ കോൺഫിഗറേറ്റ് ചെയ്യുക. അപ്പൊ ഇലക്ട്രോൺ എത്രയാണ് മക്കളെ? 16 ആണ് അല്ലെ? അപ്പൊ നമുക്കറിയാം കോൺഫിഗറേഷൻ എങ്ങനെയാ ചെയ്യാം? നമുക്കറിയാം 4 ഷെല്ലുകളുണ്ട്. KLMN. ഓക്കെ ആണല്ലോ? KLMN അങ്ങനെ പോകുന്നു. അതില് കെയിൽ എത്ര ഇലക്ട്രോൺ മാക്സിമം കൊള്ളും? 2 ഇലക്ട്രോൺ. എല്ലിലാണെങ്കിലോ 8 ഇലക്ട്രോൺ. എമ്മിലാണെങ്കിലോ 18 ആൻഡ് എന്നിലാണെങ്കിലോ 32. ഓക്കെ ആണല്ലോ? അങ്ങനെ വരുമ്പോ നമുക്ക് ആകെ ഉള്ളത് എത്രയെണ്ണാണ്? 16 എണ്ണമാണ് അല്ലെ? ആരെ തന്നെ നമ്മൾ കെ ഷെല്ലിൽ പോയിട്ട് എത്ര എണ്ണം ഇരിക്കോടാ? 2 എണ്ണം കെ ഷെല്ലിൽ പോയി. ഓക്കെ, പോയിക്കോട്ടെ. ഇനി അടുത്തത് എത്ര എണ്ണം പോകും? 8 എണ്ണവും പോയിക്കോട്ടെ അല്ലെ? അപ്പൊ 2 8 ഇപ്പൊ എത്ര എണ്ണായി? 10 എണ്ണം പോയി കഴിഞ്ഞു. ഇനി എത്ര എണ്ണം ഉണ്ടടാ? ഇനി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണവും കൂടി ഉണ്ട് അല്ലെ? അപ്പൊ അത് അടുത്തേക്ക് പോകും. അപ്പൊ എന്ത് വരുന്നു? 2 8 6. ഇതാണ് എന്ത് വരാ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സിമ്പിൾ അല്ലേ? എളുപ്പമുള്ള കാര്യല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് 4 ഷെല്ലുകൾ എഴുതി ഓരോ ഷെല്ലിലും ഓരോ ഇലക്ട്രോൺ എത്ര ഇലക്ട്രോൺ ആണോ കൊള്ളാൻ പറ്റുക അത് അറിഞ്ഞതിന് ശേഷം അടുത്തേക്ക് കൊടുക്കുക. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. എന്താ പറഞ്ഞിരിക്കണേ? ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. എന്താ പറഞ്ഞിരിക്കണേ? ഇതിന്റെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കണേ? അത് വരച്ച് കാണിക്കാൻ. ടീച്ചർ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് 2 സ്റ്റെപ്പേ ഉള്ളൂ. എന്തിന്? ഇതൊന്ന് വരയ്ക്കാൻ വേണ്ടി നമുക്ക് എത്ര സ്റ്റെപ്പ് വേണം? 2 സ്റ്റെപ്പാണുള്ളത്. അപ്പൊ ടീച്ചർ ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ആരെ വരയ്ക്കുന്നുണ്ട്? ആ ടീച്ചർ കൂടെ ഒന്ന് പറഞ്ഞു പോയിക്കോട്ടാ. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ആരെ വരയ്ക്കും? നമ്മൾ ആരെ വരയ്ക്കും? നമ്മുടെ ന്യൂക്ലിയസിന് വരയ്ക്കും. ആരെ വരയ്ക്കും? ന്യൂക്ലിയസിന് വരയ്ക്കും. നമ്മുടെ ന്യൂക്ലിയസിന് വരയ്ക്കാം. ന്യൂക്ലിയസിനുള്ളിൽ 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാ ന്യൂക്ലിയസിനുള്ളിൽ ആൾക്കാര്? പ്രോട്ടോൺ ഉണ്ട് അല്ലെ? പ്രോട്ടോൺ ഉണ്ട്. അതുപോലെ തന്നെ ആരുണ്ട്? ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ എത്ര പ്രോട്ടോൺ ഉണ്ട്? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എത്ര പ്രോട്ടോൺ ഉണ്ട്? 16 പ്രോട്ടോണും എത്ര ന്യൂട്രോൺ ഉണ്ട്? 16 ന്യൂട്രോൺ ഉണ്ട്. അപ്പൊ 16 പ്രോട്ടോൺ ഉണ്ട്, 16 ന്യൂട്രോൺ ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യണ്ടേ? ന്യൂക്ലിയസ് വരയ്ക്കാം. ന്യൂക്ലിയസിനുള്ളിൽ 2 ആൾക്കാരുണ്ട്. പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോൺ 16, ന്യൂട്രോൺ 16. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാ. നമ്മൾ ഓരോ ഷെല്ലുകളായിട്ട് വരയ്ക്കാൻ പോവാണ്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ഷെല്ലുകൾ ഇവിടെ ഉണ്ട്? കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഓരോ ഷെല്ലായിട്ട് വരയ്ക്കാം. ഒന്നാമത്തെ കെ ഷെല്ല് ആൻഡ് രണ്ടാമത്തെ എൽ ഷെല്ല് ആൻഡ് മൂന്നാമത്തെ എം ഷെല്ല് അല്ലെ? അപ്പൊ ഇങ്ങനെ 3 ഷെല്ലുകൾ നമ്മൾ വരച്ചു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ആണോ കൊടുക്കണ്ടേ അത്രയും ഇലക്ട്രോൺസ് അങ്ങോട്ട് കൊടുത്തേക്കാം. പറഞ്ഞോ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. ഒന്നാമത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ലിലാണെങ്കിലോ 8 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ വരച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ആൻഡ് തേർഡ് ഷെൽ ആൻഡ് ലാസ്റ്റ് ഷെല്ല് നമ്മൾ എത്ര ഇലക്ട്രോൺ വരയ്ക്കുന്നുണ്ടോ? 6 ഇലക്ട്രോൺ വരയ്ക്കാം. സോ 1 2 3 4 5 6. ഓക്കെ ആണോ? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാ സിമ്പിൾ ആയിട്ട് നമ്മുടെ എന്ത് കഴിഞ്ഞടാ? ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരയ്ക്കൽ കഴിഞ്ഞു. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ വരച്ചില്ലേ? അപ്പൊ 2 സ്റ്റെപ്പുകളാണ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വരയ്ക്കാം? ന്യൂക്ലിയസിനെ വരയ്ക്കാം. ന്യൂക്ലിയസിനുള്ളിൽ 2 ആൾക്കാരുണ്ട്. പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ഷെല്ലുകൾ ഉണ്ടോ അത്രയും ഷെല്ലുകൾ വരയ്ക്കാം. എത്ര ഷെല്ലുകൾ ഇലക്ട്രോൺസ് പോയിരിക്കുന്നുണ്ടോ അത്രയും ഷെല്ലുകൾ വരയ്ക്കാം. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വെച്ചിട്ടാണോ അത്രയും ഇലക്ട്രോൺസിന് അവിടെ കൊടുക്കാം. ഇത്രയും കഴിഞ്ഞ് നമ്മുടെ എന്ത് കഴിഞ്ഞു? ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കഴിഞ്ഞു.
വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വരച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു പഠിക്കാം കേട്ടോ. ഓക്കെ, നോക്കാം. Electrons are present in the K, L and M shell of an atom. അപ്പൊ ഇലക്ട്രോൺസ് 3 ഷെല്ലിൽ ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ തന്നു. K ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അത് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, which of these shell has the highest energy? ഇതിൽ ഏതിലാണ് ഹൈയസ്റ്റ് എനർജി ഉള്ളത്? കെയിലാണോ, എല്ലിലാണോ, എമ്മിലാണോ? ഇതറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ബോർ മോഡലിലേക്ക് പോകണം അല്ലെ. നമ്മുടെ നീൽസ് ബോർ മോഡലിൽ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് എന്താണ്? ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും അല്ലെ, ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും നമ്മുടെ എനർജി എന്ത് ചെയ്യോടാ? കൂടും അല്ലെ. എനർജി ഇൻക്രീസ് ആകുന്നാണ് ആര് പറഞ്ഞിരിക്കണേ? നമ്മുടെ നീൽസ് ബോർ ആറ്റം മോഡല് പറഞ്ഞിരിക്കണേ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, ഇതിലേത് ഷെല്ലിലായിരിക്കും ഹയസ്റ്റ് എനർജി? കെ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനോട് അടുത്ത് നിൽക്കാണ് അല്ലെ. എൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അകലെ, എം എന്ന് പറയുമ്പോൾ വളരെ അകലെയാണ്. അപ്പൊ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി? ഏറ്റവും കൂടുതൽ എനർജി എന്ന് പറയുന്ന ആള് എം ഷെൽ ആയിരിക്കും. അപ്പൊ വിച്ച് ഓഫ് ദീസ് ഷെൽ ഹാസ് ദി ഹയസ്റ്റ് എനർജി? ആൻസർ എന്ത് വരും? എം ഷെൽ എന്ന് വരും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If M shell contain only 3 electrons, write the atomic number of this atom. എന്താ പറഞ്ഞിരിക്കണേ? അപ്പൊ എം ഷെല്ലില് നോക്കിയേ, എം ഷെല്ലിൽ 3 ആൾക്കാരുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ തന്നേക്കാം കേട്ടോ. എം ഷെല്ലിൽ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അറ്റോമിക് നമ്പർ അങ്ങ് എഴുതുന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ നോക്കാം, എം ഷെല്ലിൽ 3 പേര്. നമുക്കറിയാം ഒരു ഷെല്ല് അല്ലെ, ഒരു ഓർബിറ്റ് അല്ലെങ്കിൽ ഒരു ഷെല്ലിലെ ഇലക്ട്രോൺസ് നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഷെല്ലിലേക്ക് പോവുള്ളൂ. സോ കെ ഷെല്ലില് ടോട്ടൽ എത്ര എണ്ണം കൊള്ളും? 2 എണ്ണം അല്ലെ. അത് കഴിഞ്ഞതിന് ശേഷം എവിടേക്ക് പോവുള്ളൂ? എല്ലിലേക്ക് പോവുള്ളൂ. അപ്പൊ എല്ലിൽ എത്ര എണ്ണം കൊള്ളും? 8 എണ്ണം. അത് നിറഞ്ഞതിന് ശേഷം മാത്രമേ എവിടേക്ക് പോവുള്ളൂ? എമ്മിലേക്ക് പോവുള്ളൂ. സോ എമ്മിൽ എത്ര എണ്ണം ഉണ്ടാവും? 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞോ, ഇത് 3 കൂടി കൂട്ടിയാ പോരെ അല്ലെ. ഇത് 3 കൂടി കൂട്ടിയാ പോരെ. അപ്പൊ പറഞ്ഞോ, 2 + 8 10, 10 + 3 13. അപ്പൊ നമ്മുടെ അറ്റോമിക് നമ്പർ അല്ലെ, എം ഷെൽ കണ്ടെയ്ൻ ഓൺലി 3 ഇലക്ട്രോൺസ്, റൈറ്റ് ദ അറ്റോമിക് നമ്പർ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയ എത്രയാ? 13 ആണ് ആൻസർ ആയിട്ട് വരാ. 13. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദിസ് ആറ്റം? ഈ ആറ്റത്തിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണെന്നാ ചോദിച്ചിരിക്കണേ. അറ്റോമിക് നമ്പർ 13 കിട്ടിയില്ലേ? അറ്റോമിക് നമ്പർ 13 ആണെങ്കിൽ പിന്നെ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര തന്നെ? 13 തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ന്യൂക്ലിയസ് ഓഫ് ദിസ് ആറ്റം കണ്ടെയ്ൻ 16 ന്യൂട്രോൺസ്, ശ്രദ്ധിക്കുക 16 ന്യൂട്രോൺസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കണേ. ആര് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കണേ? മാസ് നമ്പർ കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. എന്താണ് ഇക്വേഷൻ? മാസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. പ്രോട്ടോണിന്റെ എണ്ണം ന്യൂട്രോണിന്റെ എണ്ണം കൂടെ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം നമുക്ക് ഇവിടെ തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലെ. അറ്റോമിക് നമ്പർ 13 ആണ്. സോ പ്രോട്ടോണിന്റെ എണ്ണം എത്ര തന്നെയാണ്? 13 പ്ലസ് ന്യൂട്രോണിന്റെ എണ്ണം ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 16 ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതാ? 16. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കഴിഞ്ഞാൽ എത്ര കിട്ടും? 29 എന്ന ആൻസർ കിട്ടും അല്ലെ. 29 എന്ന ആൻസർ കിട്ടും. 29 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ 4 ക്വസ്റ്റ്യൻ ചെയ്തു. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളേ. അപ്പൊ ഹയസ്റ്റ് എനർജി എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും എനർജി കൂടും. ഓക്കെ, അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആര് ചെയ്താൽ മതി? ഈ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? അറ്റോമിക് നമ്പറിനെ കിട്ടും. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആരോടൊക്കെ ഈക്വൽ ആണ്? പ്രോട്ടോണോടും ഈക്വൽ ആണ്, ഇലക്ട്രോണിനോടും ഈക്വൽ ആണ്. ഇനി ലാസ്റ്റ് വൺ മാസ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? മാസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതി. പ്രോട്ടോൺ, നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. അപ്പൊ 13 + 16 29. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് നോക്കിയത് സിമ്പിൾസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. കുറച്ച് എലമെന്റ്സിന്റെ സിമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ? മഗ്നീഷ്യം തന്നിട്ടുണ്ട്, കാർബൺ തന്നിട്ടുണ്ട്, നൈട്രജൻ തന്നിട്ടുണ്ട്, പിന്നെ ആരാ? സോഡിയം. ഇങ്ങനെ കുറച്ച് പേരുടെ എലമെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്,
സെലക്ട് എ പെയർ ഓഫ് ഐസോടോപ്പ് ഫ്രം ദ ഗിവൺ എലമെന്റ്സ്. എന്തിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കണേ? ഐസോടോപ്പുകളെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കണേ. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ദ റീസൺ ഫോർ സെലക്ടിങ് ഇറ്റ്. ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണവും കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം എന്താണ് ഐസോടോപ്പ് ആൻഡ് എന്താണ് ഐസോബാർ. അടുത്ത ക്വസ്റ്റ്യനിൽ അതാ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മക്കൾ പറഞ്ഞു എന്താണ് ഐസോടോപ്പ്. ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ള എലമെന്റ്സ് നമുക്ക് എന്ത് വിളിക്കാം? ഐസോടോപ്പ് എന്ന് വിളിക്കാം. സിംപ്ലി നമുക്ക് അങ്ങനെ പഠിക്കാം അല്ലെ. സെയിം അറ്റോമിക് നമ്പർ ഡിഫറെന്റ് മാസ് നമ്പർ ആണെങ്കിൽ അതെന്താണ്? ഐസോടോപ്പ് ആണ്. അപ്പൊ എന്താ ഐസോബാർ? ഐസോബാർ എന്ന് പറഞ്ഞാൽ സെയിം മാസ് നമ്പർ ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഐസോബാർ എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവാണ്. ഇതിൽ ഐസോടോപ്പുകൾ നമുക്ക് മാറ്റിയെഴുതാം, ഐസോബാറുകൾ മാറ്റിയെഴുതാം. ഓക്കെ, അപ്പൊ പറയാം ഐസോടോപ്പ് എന്താ? സെയിം അറ്റോമിക് നമ്പർ. സെയിം അറ്റോമിക് നമ്പർ ഉള്ള ആരൊക്കെയാണെന്ന് നോക്കുക. അവര് സെയിം എലമെന്റ്സ് കൂടി ആയിരിക്കും അല്ലെ. അപ്പൊ സെയിം അറ്റോമിക് നമ്പർ ഉള്ള ആരൊക്കെയാണത്? കാർബൺ C12 ഉണ്ട്, അതുപോലെ കാർബൺ C14 ഉണ്ട് അല്ലെ. കാർബൺ 614 ഉണ്ട് അല്ലെ. അപ്പൊ C614 ഉണ്ട്, C612 ഉണ്ട്. ഇവർ രണ്ടുപേരുടെയും അറ്റോമിക് നമ്പർ ഒന്ന് നോക്കിയേ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ആൻഡ് മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താ? ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആൻസർ കിട്ടി. ഐസോടോപ്പുകൾ ആരൊക്കെയാ? ഇവര് രണ്ടുപേരാണ്. ഇനി ഇതിന്റെ കാരണം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? സെയിം അറ്റോമിക് നമ്പർ ആണ്, ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. സോ അതാണ് ഇതിന്റെ കാരണമായിട്ട് വരാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് എ പെയർ ഓഫ് ഐസോബാർ. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? മനസ്സിലേക്ക് എന്ത് വരണം? സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. അപ്പൊ നോക്കിക്കോ, സെയിം മാസ് നമ്പർ ആയിട്ട് വരുന്നത് ഇതിലേതൊക്കെയാ നോക്കാം. സെയിം മാസ് നമ്പർ ആണ് അല്ലെ. സെയിം മാസ് നമ്പർ ആണ് 24. പക്ഷെ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കോടാ? ഐസോബാറുകൾ എന്ന് വിളിക്കും, ഐസോബാർസ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കാം. The atomic number and mass number of an element 15 and 31 respectively. Atomic number തന്നിട്ടുണ്ട്, മാസ് നമ്പർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദിസ് ആറ്റം? എന്താ പറഞ്ഞിരിക്കണേ? ഈ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മക്കളെ വാലൻസ് ഇലക്ട്രോൺ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്ര ഇലക്ട്രോൺ, അതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുക? വാലൻസ് ഇലക്ട്രോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. നമുക്കറിയാം അറ്റോമിക് നമ്പർ അല്ലെ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നിരിക്കണേ? അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 15 തന്നിട്ടുണ്ട് അല്ലെ. ആൻഡ് മാസ് നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? മാസ് നമ്പർ ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 31 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്, ആൻഡ് മാസ് നമ്പർ എന്ന് പറയുന്നത് 31 ആണ്. അങ്ങനെയാണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കണം. ഇങ്ങനെ വാലൻസ് ഇലക്ട്രോൺ ചോദിച്ചാ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? വെറുതെ വാലൻസ് ഇലക്ട്രോൺ എഴുതാൻ പറ്റുമോ? നമ്മൾ ആദ്യം എന്ത് എഴുതണോടാ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അറ്റോമിക് നമ്പർ 15 അല്ലേ. അറ്റോമിക് നമ്പർ 15 ആണെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര തന്നെയായിരിക്കും? 15 തന്നെയായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം KLMN അല്ലെ. കെ ഷെല്ലിൽ എത്ര എണ്ണം വരും? 2 എണ്ണം വരും. കെ ഷെല്ലിൽ 2 എണ്ണം വരും, ബാക്കി 8 എണ്ണം എല്ലിൽ വരും. ഓക്കെ, 2 എണ്ണം വരും, ബാക്കി എല്ലിൽ എത്ര എണ്ണം വരും? 8 എണ്ണം വരും അല്ലെ. 2, 8 ഇപ്പൊ ടോട്ടൽ എത്രയായി? 10 ആയിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര എണ്ണം കൂടി വേണം? 5 എണ്ണം കൂടി വേണം. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഷെല്ലിൽ കൊടുക്കാം. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8, 5 എന്ന് വരും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 5. സോ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരാം? 5. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ അല്ലേ?
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹൗ മെനി ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദിസ് ആറ്റം. ഈ ആറ്റത്തിൽ എത്ര ന്യൂട്രോൺ ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ന്യൂട്രോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിഞ്ഞൂടെ? എന്താ ഇക്വേഷൻ? മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? അറ്റോമിക് നമ്പർ കുറക്കണം അല്ലെ? അപ്പൊ നമ്മളിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മാസ് നമ്പറിൽ നമുക്ക് അറ്റോമിക് നമ്പർ കുറക്കാം. മാസ് നമ്പർ 31 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്, അറ്റോമിക് നമ്പർ 15 ആണെന്നും ക്വസ്റ്റ്യനിലുണ്ട്. സോ ആൻസർ എത്ര കിട്ടോടാ? 16 എന്ന ആൻസർ കിട്ടും. എത്ര കിട്ടും? 16 എന്ന ആൻസർ കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ ആ ക്വസ്റ്റ്യനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, വീണ്ടും നമ്മൾ സെയിം ക്വസ്റ്റ്യനിലേക്ക് വരാണ്. ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. ഈ ആറ്റത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടീച്ചർ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, ബാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ 2 സ്റ്റെപ്പായിട്ട് വരയ്ക്കും. ഒന്നാമത്തെ സ്റ്റെപ്പില് എന്റെ കൂടെ അങ്ങോട്ട് വരച്ചു പോയിക്കോട്ടെ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആരെ വരയ്ക്കാം? ന്യൂക്ലിയസിനെ വരയ്ക്കാം. ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയുണ്ട്? ന്യൂക്ലിയസിനുള്ള ആരൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂട്രോൺ ഉണ്ട്. ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട് മക്കളെ? എത്ര പ്രോട്ടോൺ ഉണ്ട്? എത്ര പ്രോട്ടോൺ ഉള്ളത് നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ നോക്കിയേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? അറ്റോമിക് നമ്പർ 15 അല്ലേ? അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം എത്ര തന്നെയായിരിക്കും? 15 പ്രോട്ടോൺ എന്ന് എഴുതാം അല്ലെ? 15 പ്രോട്ടോൺ. ഇനി ന്യൂട്രോണിന്റെ എണ്ണം നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? 16 ആണ്. അപ്പൊ 16 ന്യൂട്രോൺ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓരോ ഷെല്ലായിട്ട് വരയ്ക്കാം. 3 ഷെല്ല് വരയ്ക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് വരയ്ക്കാം. അപ്പൊ ആദ്യത്തെ ഷെല്ല് കെ ഷെല്ല് അല്ലെ? അപ്പൊ കെ ഷെല്ല് വരച്ചു, അതുപോലെ എൽ ഷെല്ല് വരച്ചു, പിന്നെന്താണ്? എം ഷെല്ല് നമ്മൾ വരച്ചു. ഓക്കെ, കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. ഓക്കെ അല്ലെ? എന്നിട്ട് അതിൽ എന്ത് ചെയ്യാ? ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വെച്ചാണോ അത്രയും ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊടുത്തു? 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ലില് 8 ഇലക്ട്രോണിനെ കൊടുക്കാം. അതുപോലെ മൂന്നാമത്തെ ഷെല്ലിൽ എന്ത് ചെയ്യാ? 5 ഇലക്ട്രോണിനെ കൊടുക്കാം അല്ലെ? മൂന്നാമത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ നമ്മുടെ എന്താണ്? ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി എന്റെ മക്കൾക്ക് ചെയ്യാൻ കിട്ടണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐസോടോപ്പ് ഓഫ് ആൻ എലമെന്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോഴ്സസ്. ഏതോ ഒരു എലമെന്റിന്റെ ഐസോടോപ്പ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? ഈ ഫോസിലുകളുടെയൊക്കെ കാലപ്പഴക്കം അല്ലെ? ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽ. ഫോസിലുകളുടെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഈസ് ദ ഐസോടോപ്പ്? ഏത് ഐസോടോപ്പ് ആണ് അങ്ങനെ യൂസ് ചെയ്യണേ? അറിയോ? ഏത് ഐസോടോപ്പ് അങ്ങനെ യൂസ് ചെയ്യണേ? കാർബൺ 14 ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണ് യൂസ് ചെയ്യണേ? കാർബൺ 14 ആണ് നമ്മൾ ഏജ് ഓഫ് ഫോസിൽസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഏത് ഐസോടോപ്പ് ആണെന്ന് ചോദിച്ചാൽ എന്ത് പറയാ? കാർബൺ 14 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ആർ ദ അതർ 2 മെയിൻ ഐസോടോപ്പ് ഓഫ് ദിസ് എലമെന്റ്? ഈ ഒരു എലമെന്റിന്റെ മറ്റ് മെയിൻ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബൺ 12 ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ 13 ഉണ്ട്. കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഈച്ച് ഐസോടോപ്പ്. ഓരോ ഐസോടോപ്പിലെയും നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് വീണ്ടും നമ്മൾ ഐസോടോപ്പിൽ വന്നു അല്ലെ? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലേക്ക് ഓടി വരേണ്ടത് എന്താ? സെയിം അറ്റോമിക് നമ്പർ ആണ്, ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. അപ്പൊ നോക്കിയേ, കാർബൺ 12, കാർബൺ 13, കാർബൺ 40. ഇതാണ് നമ്മുടെ ഐസോടോപ്പുകൾ. ഇതിന്റെ ഒക്കെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ് അല്ലെ? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ എന്തോരും? 12 ഓർക്ക. ഇവിടെയാണെങ്കിലോ 13 ഓർക്ക. ഇവിടെയാണെങ്കിലോ 14 ഓർക്ക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ഐസോടോപ്പിന്റെയും എന്ത് കിട്ടോടാ? നമ്പർ ഓഫ് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. നമ്പർ ഓഫ് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. അപ്പൊ ഒന്നാമത്തേലാണെങ്കിൽ എന്ത് കിട്ടും? 6 ന്യൂട്രോൺ എന്ന് കിട്ടും. ഇനി കാർബൺ 13 എന്ത് കിട്ടും? 7 ന്യൂട്രോൺ എന്ന് കിട്ടും. 14 എന്ത് കിട്ടും? 8 ന്യൂട്രോൺ എന്ന ആൻസർ വരും. ഓക്കെ ആണല്ലോ? അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അല്ലെ? നമ്മളിപ്പോ ഓൾറെഡി ഒരുപാട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കാം. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് കാഥോഡ് റേസ്? ചാർജ് ഓഫ് കാഥോഡ് റേസ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് പഠിച്ചിട്ടുണ്ട്? കാഥോഡ് റേസിന്റെ ചാർജ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നോക്കാം, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, നോ ചാർജ്, സംടൈംസ് പോസിറ്റീവ് ആൻഡ് സംടൈംസ് നെഗറ്റീവ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതല്ലേ? നമ്മുടെ കാഥോഡ് റേക്ക് എന്ത് ചാർജ് ആണ് മക്കളെ? നെഗറ്റീവ് ചാർജ് ആണ്. നമ്മുടെ കാഥോഡ് റേക്ക് എന്ത് ചാർജ് ആണ്? നെഗറ്റീവ് ചാർജ് ആണ്. നമ്മൾ എപ്പോഴാ പഠിച്ചേ? നമ്മള് 2 ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോ കാഥോഡ് റേ പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് എന്ത് ചെയ്തു? അട്രാക്ട് ചെയ്തു. അങ്ങനെ കാഥോഡ് റേ പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത് അത്രേ ഉള്ളൂ കേട്ടോ.
വീണ്ടും ഒരു വൺ വേർഡ് പോലത്തെ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. There are 13 electrons. ഇലക്ട്രോൺസ് എത്രയാണ്? 13 ആണ്. പ്രോട്ടോൺസും 13 ആണ്. ആൻഡ് 14 ന്യൂട്രോൺസ് ഇൻ an atom. ഒരു ആറ്റത്തില് 13 ഇലക്ട്രോൺ ഉണ്ട്, 13 പ്രോട്ടോൺ ഉണ്ട്, 14 ന്യൂട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ അല്ലെ. വലിയ വലിയ സാധനങ്ങളൊക്കെ പഠിച്ച് നമ്മളോട് ഇത് അല്ലെ. അപ്പൊ നോക്കിയേ, അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടുണ്ട്. ആൻസർ എത്ര തന്നെ? 13 തന്നെ ആൻസർ. വേറെ ഒന്നും നോക്കാനില്ല. ആൻസർ എത്ര? 13. 13 ആണ് ആൻസർ ആയിട്ട് വരാം. ക്ലിയർ അല്ലേ? നമുക്ക് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിക്കോട്ടാ, ഇത് നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ടീച്ചർ വീണ്ടും വീണ്ടും പറയാനുള്ള, പക്ഷെ ക്വസ്റ്റ്യനിൽ കുറച്ച് മാറ്റമുണ്ട്. ഓക്കെ, നോക്കിക്കോ. ക്വസ്റ്റ്യൻ നേരത്തെ തല തിരിച്ചു ചോദിച്ചത് ഇപ്പൊ ഒന്നും കൂടി തിരിച്ചു ചോദിച്ചിരിക്കുക. വേറെ ഒന്നുമില്ല. ക്വസ്റ്റ്യൻ ഇതാണ്: How was it proved that cathode rays are particles having charge and mass? അപ്പൊ കാഥോഡ് റേസിന് ചാർജ് ഉണ്ട്, അതുപോലെ കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്തേ? ഓക്കെ ആണ്. നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇപ്പൊ നമുക്ക് എന്തായിട്ട് വന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഉണ്ടോ? അപ്പൊ നോക്കിയേ, ചാർജ് ഉണ്ടെന്ന് എങ്ങനെയാ മനസ്സിലായത്? ചാർജ് ഉണ്ടെന്ന് എങ്ങനെയാ മനസ്സിലായത്? എങ്ങനെയാ ചാർജ് ഉണ്ടെന്ന് മനസ്സിലായേ? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു അല്ലെ, ബോത്ത് ഓഫ് ദ റേ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു ബോത്ത് സൈഡ് ഓഫ് ദ റേസ് അല്ലെ. കാഥോഡ് റേ വന്നതിന്റെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മുടെ കാഥോഡ് റേ എന്തിലേക്ക് ചരിഞ്ഞടാ? അല്ലെങ്കിൽ കാഥോഡ് റേ എന്തിനെ പോയിട്ട് അട്രാക്ട് ചെയ്തു? കാഥോഡ് റേ പോയിട്ട് നമ്മുടെ പോസിറ്റീവിനെ പോയിട്ട് അട്രാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? നമ്മുടെ കാഥോഡ് റേസിന് എന്ത് ചാർജ് ഉള്ളേ? നെഗറ്റീവ് ചാർജ് ആണുള്ളേ. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കണേ. When an electric field is applied on both the side of the rays, they are found to be attracted towards the positive side. ഇങ്ങനെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കിയത്? നമ്മുടെ കാഥോഡ് റേസിന് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് എങ്ങനെ മാസ് ഉണ്ടെന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കാഥോഡ് റേക്ക് മാസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തേ? അപ്പൊ നമ്മൾ പറയും the small paddle wheel is placed in the path of cathode rays. കാഥോഡ് റേസ് പോകുന്നതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന ഒരു സ്മോൾ പഡിൽ വീലിനോട് വെച്ചു. അപ്പൊ നമ്മുടെ പഡിൽ വീൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ വീല് കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ എന്ത് തെളിയിച്ചേ? നമ്മുടെ കാഥോഡ് റേക്ക് ആരുണ്ടടാ? മാസ് ഉണ്ടെന്ന് തെളിയിച്ച്. ക്ലിയർ ആണ്? അപ്പൊ മറിച്ചും തിരിച്ചും ഒക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? തെറ്റിക്കാൻ പാടില്ല അല്ലെ. കൃത്യമായിട്ട് ആൻസർ അങ്ങോട്ട് എഴുതിക്കോളാം. ഓക്കെ അല്ലേ? മറിച്ചു ചോദിച്ചാലും തിരിച്ചു ചോദിച്ചാലും എന്റെ മക്കൾക്ക് ആൻസർ കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. Draw the orbital electron configuration of boron atom having atomic number 6 and mass number 11. ഓർബിറ്റൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരയ്ക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കണേ. പ്രോട്ടോണിന്റെ എണ്ണം എന്താ പറഞ്ഞിരിക്കുന്നോട് നോക്കിയേ. അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, മാസ് നമ്പർ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയസിനെ വരയ്ക്കലാണ്. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് അല്ലെ. പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോൺ എത്ര ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അറ്റോമിക് നമ്പർ 6. സോ പ്രോട്ടോൺ എത്ര? 6 തന്നെ. ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ മാസ് നമ്പർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ന്യൂട്രോൺ കണ്ടുപിടിക്കാം. 11ൽ 6 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? 5 കിട്ടും. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? 2, എന്ത് വരും? 6 അല്ലേ. അപ്പൊ കേശല് എല്ലാം അങ്ങനെ പോകും അല്ലെ. അതിൽ 2, പിന്നെ ബാക്കി എത്ര ഉണ്ട്? 4. അപ്പൊ 2, എന്ന് വരും. 6 ടോട്ടല് ഇലക്ട്രോൺസ് വരാ. സോ 6, 4, 2, 6. ഓക്കെ അല്ലെ. അപ്പൊ കെ എൽ വന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള നമ്മൾ വരയിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ അല്ലെ. ഒന്നാമത്തെ നമ്മുടെ കെ ഷെല്ല് വരയ്ക്കാം. രണ്ടാമത് നമ്മുടെ എൽ ഷെല്ല് വരയ്ക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസ്. ഒന്നാമത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലില് 4 ഇലക്ട്രോൺ അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇതിൽ പ്രോട്ടോൺ ന്യൂട്രോൺ ടീച്ചർ എഴുതാൻ വിട്ടുപോയി. പ്രോട്ടോൺ ന്യൂട്രോൺ നമുക്ക് എഴുതി വെക്കാം. പ്രോട്ടോൺ എത്ര എണ്ണടാ? 6 പ്രോട്ടോണും ന്യൂട്രോൺ എത്രയാ? 5 ന്യൂട്രോണും. ഓക്കെ ആണ്. അപ്പൊ 6 പ്രോട്ടോൺ 5 ന്യൂട്രോൺ. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതൊന്നും ആരും എന്ത് ചെയ്യരുത്? തെറ്റിക്കരുത് കേട്ടോ. എല്ലാവരും ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിൽ വാങ്ങിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The atomic number of an element sulfur നമുക്ക് തന്നിട്ടുണ്ട് 16 ആണ്. There are 16 neutrons in the nucleus. ന്യൂക്ലിയസിൽ 16 ന്യൂട്രോൺ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, അതുപോലെ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചിരിക്കണേ. പ്രോട്ടോണിന്റെ എണ്ണം സിമ്പിൾ അല്ലേ. പ്രോട്ടോണിന്റെ എണ്ണം എത്ര തന്നെ? അറ്റോമിക് നമ്പർ 16. സോ പ്രോട്ടോൺ 16, ഇലക്ട്രോൺ എത്ര? 16. ക്ലിയർ അല്ലേ? വേറെ ഒന്നും വലുതായിട്ട് ചെയ്യാനില്ല. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാ? 16 ആണ്. സോ എങ്ങനെ വരും? 2, 8, 6. 16 എന്ന് പറയുമ്പോ എങ്ങനെ എഴുതാം? 2,
8 6 ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, റൈറ്റ് ഇൻ 3 മെയിൻ കോൺസെപ്റ്റ് ഓഫ് ബോർ ആറ്റം മോഡൽ. നമ്മുടെ ബോറിന്റെ ആറ്റം മോഡൽ ഇല്ലേ, ആ ബോറിന്റെ ആറ്റം മോഡൽ ഒരു 3 കോൺസെപ്റ്റ് എഴുതാന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ നോക്കാം, ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സ്ഡ് ഓർബിറ്റ്. നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും നോക്കാം കേട്ടോ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സ്ഡ് ഓർബിറ്റിൽ കിടന്ന് ആര് കറങ്ങുന്നുണ്ടാ? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ബോർ പറഞ്ഞ കാര്യം ഇതാണ്. ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം ഇതാണ്, ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സ്ഡ് ഓർബിറ്റിൽ കിടന്ന് ആര് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം, ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഈ ഓരോ ഓർബിറ്റിനും ഇവിടെ കിടന്ന് ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങുന്ന ഓരോ ഓർബിറ്റിനും എന്തുണ്ടാ? ഓരോ ഡെഫിനിറ്റ് ആയിട്ടുള്ള എനർജി ഉണ്ട്. ഓരോ ഡെഫിനിറ്റ് ആയിട്ടുള്ള എനർജി ഉണ്ട്. സോ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എനർജി ലെവൽ. എന്ത് വിളിക്കും? അതുകൊണ്ട് തന്നെ അതിനെ നമ്മള് എനർജി ലെവൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? എനർജി ലെവൽ എന്ന് വിളിക്കും. ഡൗട്ട് ഒന്നുമില്ലല്ലോ? നെക്സ്റ്റ് നോക്കാം, as long as the electrons revolve in a particular orbit their energy does not change. എന്താ പറഞ്ഞിരിക്കണേ? ഒരു ഓർബിറ്റിൽ കിടന്ന് ഇലക്ട്രോൺസ് കറങ്ങുന്നിടത്തോളം കാലം അതിന്റെ എനർജിക്ക് എന്ത് വരൂല? ഒരു മാറ്റവും വരൂല. does not change, energy does not change. So orbit are known as stationary energy level. അതുകൊണ്ട് തന്നെ ഓർബിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാടാ? സ്റ്റേഷനറി എനർജി ലെവൽ എന്ന് വിളിക്കാം. അപ്പൊ ഓർബിറ്റിന് നമുക്ക് എനർജി ഉണ്ട്. സോ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? എനർജി ലെവൽ എന്ന് വിളിച്ചു. ഈ എനർജി എപ്പോഴെങ്കിലും മാറോ? ഒരു ഇലക്ട്രോൺ കിടന്ന് കറങ്ങുന്നിടത്തോളം കാലം അതിന്റെ എനർജിക്ക് എന്തില്ല? മാറ്റമില്ല. സോ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സ്റ്റേഷനറി എനർജി ലെവൽ എന്ന് വിളിക്കും. ലാസ്റ്റ് പോയിന്റ് നോക്കാം, ദ എനർജി ഓഫ് ദ ഓർബിറ്റ് ഇൻക്രീസസ് the distance from the nucleus increases. എന്താ പറഞ്ഞേ? നമ്മളിത് കേട്ടില്ലേ? ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും എനർജി എന്ത് ചെയ്യോടാ? കൂടും. ഓക്കെ ആണോ? ന്യൂക്ലിയസിൽ നിന്നുള്ള എനർജി കൂടുന്തോറും എനർജിക്കും എന്ത് പറ്റോടാ? മാറ്റം വരും അല്ലെ? കൂടി കൂടി വരും. ഇങ്ങനെയാണ് നമ്മുടെ ബോറിന്റെ ആറ്റം മോഡല് പറയുന്നത്. ഓക്കെ അല്ലേ? ലാസ്റ്റ് ആയിട്ട് നമ്മൾ വരാണ്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുഞ്ഞൊരു മാച്ച് ദ ഫോളോയിങ് കൂടി നോക്കിയിട്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്റെ കുട്ടികൾ നോക്കിയിട്ട് ആൻസർ കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ നോക്കിയേടാ, പ്ലം പുഡിംഗ് മോഡൽ. നമ്മുടെ പ്ലം പുഡിംഗ് എന്ന് കേൾക്കുമ്പോ തന്നെ ടീച്ചർ ആരും ഓർക്കണം എന്നാ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്ലം പുഡിംഗ് മോഡൽ ആരാടാ? ജെ തോംസൺ. ആരാണ്? ജെ തോംസൺ. പ്ലം പുഡിംഗ് മോഡൽ ആരാണ്? ജെ തോംസൺ ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ആരാ? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ആരാണ്? പ്ലാനറ്ററി മോഡൽ ആരാണതാ? നമ്മുടെ റൂദർഫോർഡ് ആണ് അല്ലെ? നമ്മുടെ റൂദർഫോർഡ് ആണ് പ്ലാനറ്ററി മോഡൽ പറഞ്ഞിരിക്കണേ. ആൻഡ് പിന്നെ വന്നിരിക്കുന്നതാണ് കനാൽ റേസ് അല്ലെ? കനാൽ റേസ് ആരാടെ കണ്ടുപിടിച്ചത്? കനാൽ റേസ് നമ്മുടെ ഗോൾഡ് സ്റ്റെയിൻ ആണ് എന്ത് കണ്ടുപിടിച്ചത്? കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് കണ്ടുപിടിക്കുക. ലാസ്റ്റ് ആണ് ആര്? നമ്മുടെ ന്യൂട്രോൺ അല്ലെ? നമ്മുടെ ന്യൂട്രോൺ ആരാ കണ്ടുപിടിച്ചിരിക്കുന്നത്? അപ്പോ നമ്മുടെ ന്യൂട്രോൺ വേറെ ആരും അല്ല, നമ്മുടെ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ആരാണ്? ജെയിംസ് ചാഡ്വിക്. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യാം? ഇന്ന് തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നന്നായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.